വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കരിമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. വളരെ സന്തോഷം. ഈ 6 മണിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടി നമുക്ക് മുഖാമുഖമായി കണ്ടുകൊണ്ട് വളരെ ലീഡേഴ്സിന്റെ വാല്യുബിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കാണാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിലുപരി നമ്മൾ ആയിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം, അതിലേറെ അഭിമാനമാണ്. എന്താണെങ്കിലും നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സൂം നമുക്ക് ആരംഭിക്കാം. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ ഉണ്ണിയുറങ്ങ്, ഉണ്ണിയുറങ്ങ്, ഉണ്ണിയുറങ്ങുറങ്ങ്. തളിരാർന്ന പൊന്മേനി നോമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ തേൻ തുളുമ്പും ഇതളുകളായി നാഥനു ശയ്യയൊരുക്കി. തേൻ തുളുമ്പും ഇതളുകളാൽ നാഥനു ശയ്യയൊരുക്കി. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ. ഓക്കേ, വളരെ സന്തോഷമാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള മനോഹരമായ ഗാനങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു സുദിനത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ അഭികാമ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ലാത്ത ഒട്ടനവധി മുഹൂർത്തങ്ങളാണ് ഈ ബയോടൂറിയത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കമ്പനിയിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ലോകത്തിലെ നമ്പർ 1 കമ്പനി എന്ന് വിശേഷിപ്പിക്കുന്ന, ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയത്തില്ലാത്ത, ഞാൻ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, പകരം വെക്കാൻ പറ്റാത്ത പകരക്കാരനായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബയോടൂറിയം കമ്പനി ഇന്ന് ലോകത്തിൽ കുതിക്കുന്ന ആ മകൾ സുദിനമാണ് നമ്മളെ എല്ലാവരെയും ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള മനോജ് സാറ്, അതുപോലെ തന്നെ ഡാനി സാറ്, അല്ലെങ്കിൽ മറ്റുള്ള ഒട്ടനവധി ലീഡേഴ്സ് ഇവിടെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, കരുത്ത്, ധൈര്യം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. എനിവേ, എനിക്കും ഇതിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷം. ഞാൻ എന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഈ സൂം പ്ലാറ്റ്ഫോം വളരെ അറ്റൻറ്റീവായിട്ടിരുന്ന് കാണുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ ചിലപ്പം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മൊബൈലിലായിരിക്കാം, ലാപ്ടോപ്പിലായിരിക്കാം, ഡെസ്ക്ടോപ്പിലായിരിക്കാം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൽ കണ്ടുകൊണ്ടിരുന്നാലും നമ്മുടെ മനോഹരമായ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സശ്രദ്ധ വീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൊബൈൽ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. രണ്ടാമത്തെ കാര്യം, നടന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ഒന്നും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ വീക്ഷിക്കരുത്. കാരണം അത്ര വാല്യുബിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈക്ക് ബട്ടൺ ഉണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെഡ് ബാർ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് അലോസരമായ ശബ്ദങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ലീഡേഴ്സ് കാര്യപ്രസക്തമായ കാര്യമാത്രമായിട്ടുള്ള കാര്യങ്ങളോട് സംസാരിക്കുമ്പോൾ അത് വ്യക്തമായി കേൾക്കാത്ത നിലയിൽ അലോചരമായ ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും അത് റെഡ് ബാർ ആണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. അതിന് തൊട്ടടുത്തൊരു വീഡിയോ ബട്ടൺ ഉണ്ട്. ആ വീഡിയോ ബട്ടൺ എപ്പോഴും നമ്മൾ ഓൺ ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ 6 മണി പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് വീട്ടിൽ തിരക്കേറിയ പ്രവർത്തനങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള ആളുകൾ മാത്രം ആ വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അത് ഓഫ് ചെയ്ത് വെച്ച് സശ്രദ്ധം വീക്ഷിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ പറയാനായിട്ടുള്ളത്.
അടുത്തത് നമുക്കറിയാം ഇവിടെ ചാറ്റ് ബോക്സ് ഉണ്ട്. ചാറ്റ് ബോക്സ് പ്രസന്ററുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ ഇതിനകത്ത് വീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്ത് പല സ്ഥലങ്ങളിലും ഓഫ് ചെയ്ത് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഡ്രസ്. ഞാൻ ഇതിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താം. ഞാൻ പറഞ്ഞു എന്റെ പേര് ജയ്മോ എന്നാണ്, കരിമൂളിലാണ് താമസം എന്ന് പറഞ്ഞു. ഏകദേശം 2 വർഷത്തോളമായിട്ട് 2 വർഷമായി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ട് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എന്റെ വൈഫിൻ്റെതായിട്ടുള്ള അസഹനീയമായ മൈഗ്രെയിൻ ആയിരുന്നു. അങ്ങനെ 10.5 വർഷത്തോളമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം നിലവിൽ നിൽക്കെ പല ഹോസ്പിറ്റലുകളും മാറി മാറി ചികിത്സകൾ തേടിയിട്ടും യാതൊരു ഒരു റിസൾട്ടും ഇല്ലാതിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇന്ന് ഇതിലില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത മാറി മാറി പല കമ്പനിയിലും കൈവെക്കുന്ന ഒരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിലില്ല. എന്നിരുന്നാലും എന്നെ ഇതിനകത്തേക്ക് ഇപ്പൊ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് കാരണം അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ മറക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എന്നെ കാണാൻ പറ്റിയില്ല. 2ാമത്തെ പ്രാവശ്യം വീട്ടിൽ വന്നു. 3ാമത്തെ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴാണ് എന്നെ കണ്ടത്. അങ്ങനെ എനിക്ക് ഇദ്ദേഹം ഒരു ഡെമോ തന്നു. ഞാൻ ആ ഡെമോയിൽ വളരെ സന്തോഷകരമായി തീർന്നു. എന്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ ജീവിതത്തിലേക്ക് അത് പകർത്തിയപ്പോൾ ഏകദേശം ഒരു 7 മാസത്തോളമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ടാബ്ലറ്റും മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം. അതിലേറെ ഉപരി ഇതിൻ്റെ അകത്ത് നിൽക്കാനൊരു കാരണം ഇത് ഹെൽത്ത് മാത്രമല്ല, ഇതിൻ്റെ അകത്തൊരു വെൽത്ത് ക്രിയേഷനും കൂടി ഉണ്ട് എന്ന് ലീഡേഴ്സ് വളരെ വ്യക്തമായി സവിസ്തരമായി പറഞ്ഞു തന്നപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പാടില്ല, എത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഏതൊക്കെ മേഖലകൾ ചെയ്യുന്നോ, ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് മേഖലകളും ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ നേടിയത് കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള ഫലമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ അലിക്കയൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം. അവർ എപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആരോഗ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന്. ഏകദേശം ഞാനും ഈ പറഞ്ഞിരിക്കുന്ന പോലെ 10 വർഷമായിട്ട് വെൽനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കും വളരെ കൃത്യമായിട്ട് അറിയാം ആരോഗ്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ ലീഡേഴ്സും ആരോഗ്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വെൽത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ 1 മണിക്കൂർ ഇതിൻ്റെ അകത്ത് വില കൊടുക്കുമ്പോൾ ആ വില 1 മണിക്കൂർ നമ്മൾ എഴുന്നേറ്റിട്ട് മറ്റുള്ള കാര്യം, ചിലപ്പോൾ ഉറങ്ങേണ്ട കാര്യങ്ങൾ സമയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കാം, മറ്റുള്ള എല്ലാ സമയത്തും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ 1 മണിക്കൂർ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒട്ടനവധി ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖവര പറഞ്ഞൊന്നും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ഇന്ന് ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ലീഡറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എന്റെ ജീവിതത്തിൽ തളരുന്ന സമയത്ത് എനിക്ക് വേണ്ട പ്രചോദനം തന്നുകൊണ്ട്, മോട്ടിവേഷൻ തന്നുകൊണ്ട്, അതെ, യഥാർത്ഥമായിട്ടുള്ളൊരു മോട്ടിവേറ്റർ തന്നെയാണ് അദ്ദേഹത്തെ പറയുന്നത്. ചേട്ടനായിട്ടാണോ? അതെ. എന്നാൽ അനിയനായിട്ടാണോ? അതെ. എന്നാൽ പിതാവിന്റെ സ്ഥാനത്താണോ? അതെ. അങ്ങനെ ഏത് സ്ഥാനത്ത് നിന്നുകൊണ്ടും എനിക്ക് തളരുന്ന സമയത്ത് വളരെ മോട്ടിവേഷൻ തന്നുകൊണ്ട് എന്നെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം ഇന്ന് ഈ ബയോട്രോണിയം കമ്പനിയിലുണ്ട്. അദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തുന്ന 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഇന്ന് നമ്മുടെ MD സാഗർ ജോഷി സാറ് എന്താണോ ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ MD ആണ് നമ്മുടെ സാഗർ ജോഷി സാർ. നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് നമ്മുടെ സാഗർ ജോഷി സാറ്. 2 മാഗ്നറ്റിക് തെറാപ്പിയിലും ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ്. അതുകൂടാതെ ഇന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്, മറ്റുള്ള കമ്പനികൾക്കൊന്നും കിട്ടാത്തൊരു നന്മയുണ്ട് അദ്ദേഹത്തിന്. ഏതാന്ന് ചോദിച്ചാൽ 5000 ഫോറിൻ കമ്പനികളുടെ സോഫ്റ്റ്വെയറിന്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ ഒരു വ്യക്തിക്കും അത്രത്തോളം MDക്ക് അഭിമാനകരമായിട്ട്, അല്ലെങ്കിൽ MDയെ കുറിച്ച് അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇന്നും നമുക്കറിയാം കേരളത്തിൽ മറ്റൊരു കമ്പനി, നമുക്ക് ഏറ്റവും വലിയൊരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഏകദേശം ഒരു 6 ലക്ഷം പേരോളം കൂടെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയുടെ MD ആണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. നിസ്സാരവൽക്കരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ഒരു കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മളെ പോലെ പ്രതീക്ഷയോട് കൂടി കടന്നു വരുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അല്ലെ?
ഏറ്റവും കൂടുതൽ വിശ്വാസമാണ് കൊടുക്കേണ്ടത് അല്ലെ. കമ്പനിയെ കുറിച്ച് നമുക്കൊരു വിശ്വാസം വേണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു വിശ്വാസം വേണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റും കമ്പനിയും കുറിച്ച് വിശ്വാസം ഉണ്ടെങ്കിലും അതിന്റെ ഇൻകം പ്ലാനിനെ കുറിച്ച് വിശ്വാസം വേണം. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് വിശ്വാസം എന്നുള്ളതാണ്. ഇത് ലീഡേഴ്സിന് വിശ്വാസം വേണം. ഇതൊക്കെ നമുക്ക് അഭികാമ്യമായ കാര്യമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം എന്നുള്ളതാണ് അല്ലെ. ഞങ്ങള് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. വിശ്വാസം അല്ലെ. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ലീഡേഴ്സ് എത്രയൊക്കെ തരത്തിലുള്ള സംസാരങ്ങൾ ഇവിടെ സംസാരിച്ചാലും, അല്ലെങ്കിൽ ഇത്ര കോടി രൂപ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാലും, നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, നമ്മൾ നിൽക്കുന്ന മേഖലയെ വിശ്വസിക്കാൻ തയ്യാറായാൽ, ആ മേഖലയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള റിസൾട്ടിനെ കുറിച്ച് വിശ്വസിക്കാൻ ഞാൻ പറയാം, ഞാനൊരു കമ്പനി വർക്ക് ചെയ്തിരുന്ന സമയത്ത് കമ്പനി നല്ലതായിരുന്നു, പക്ഷെ പ്രൊഡക്റ്റ് കൊള്ളത്തില്ല. പ്രൊഡക്റ്റ് നല്ലതായിരുന്നു, എന്നാൽ കമ്പനി കൊള്ളത്തില്ല. എന്നാൽ ഇത് രണ്ടും നല്ലതായി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വർക്ക് ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടിയാണ്. അപ്പൊ വരുമാനം നല്ലതാകത്തില്ല. അപ്പൊ കമ്പനി നല്ലതായതുകൊണ്ട് കാര്യമില്ല, പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് കാര്യമില്ല, വരുമാനമാണ് നല്ലതായി മാറും. എന്നാൽ ഈ വരുമാനം മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം നല്ലതായി മാറണം. എന്നാൽ ഇതെല്ലാം നല്ലതായി മാറിയിട്ടുള്ള ലോകത്തിലെ നമ്പർ 1 കമ്പനി, നമുക്കറിയാം, കഴിഞ്ഞ 25-ാം തീയതി വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. പറയുമ്പോൾ 1000 നാവാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും 1000 നാവാണ് നമുക്കറിയാം. അത് നമ്മളെല്ലാവരും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്നൊക്കെ. അപ്പൊ ആ കമ്പനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ കമ്പനി വന്നിരിക്കുന്നത് നമുക്ക് അഭിമാനമാണ്. എന്താണെങ്കിലും നമുക്കറിയാം, അതുപോലെ ഒരു MD മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കമ്പനി സ്ഥാനത്ത് നിന്ന് MD-യുടെ പട്ടം സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, BIG-യുടെ ഒരു തേരാളി, അതുപോലെ KBC-യുടെ ഏറ്റവും പവർഫുൾ തേരാളിയും എന്ന് പറയുന്ന രണ്ടാമത്തെ ആള് അല്ലെ. നമുക്കറിയാം, മനോജ് സാറ്, ഡാനിഷ് സാറ്. ആദ്യമായിട്ട് ഈ ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവന്നത് 3 പേരാണ്. ഒന്ന് ആന്റണി സാറ്, മനോജ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഡാനിഷ് സാർ. ഈ 3 പേരും കൂടെ കൂടിയപ്പോഴാണ് ഇന്ന് നമുക്ക് ഈ KBC എന്ന് പറയുന്ന, അല്ല മറ്റുള്ള ടീമുകളൊക്കെ ആണെങ്കിലും ഇതിൽ നിന്നും വിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നുമായി പൊട്ടിമുളച്ചതാണ്. അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇന്ന് കോടീശ്വര പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ 3 പേരെ മഹൽ വ്യക്തിത്വം കൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനിയെ നയിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ MD ആയിട്ടുള്ള, എന്റെ പവർഫുൾ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള, ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള, മോട്ടിവേറ്റർ ആയിട്ടുള്ള, ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഡാനിഷ് സാറിനെ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് ഞാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വിശ്വാസമാണ് വേണ്ടത്, ബിലീഫാണ് നമുക്ക് വേണ്ടത്. ആ ബിലീഫ് ഏതൊക്കെ തരത്തിലാണെന്നും ആ ബിലീഫ് എങ്ങനെയൊക്കെയുള്ളതാണെന്നും പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് കടന്നു വരുന്ന മഹത് വ്യക്തിത്വം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ കമ്പനി MD ആയിട്ടുള്ള ഡാനിഷ് സാറിനെ. ഡാനിഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ഈ 6 മണിയുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ഡാനിഷ് സാർ. ഓക്കെ, താങ്ക് യു ജയ്മൺ സാർ. വളരെ സന്തോഷം. ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഏറ്റവും നന്നായിട്ട് MC ചെയ്യുന്ന ഒരാളെ മാക്സിമം ഭംഗിയായിട്ട് പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജയ്മൺ സാറ്. അപ്പൊ വളരെ സന്തോഷം. അപ്പോ ഏകദേശം ഒരു 3 വർഷ കാലമായി, അല്ലെങ്കിൽ ഏകദേശം ഒരു 40 മാസമായിട്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തോടെ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത്. ഞങ്ങളെക്കാളും ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആളുകൾ. നമ്മൾ ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള മനോജ് സാറിനെയും ആനന്ദിക്കുട്ടി സാറിനെയും സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. അതുപോലെ എൻ്റെ അസോസിയേറ്റുകളായിട്ടുള്ള ഉത്തമൻ സാർ, വിനോദ് സാർ, ജയൻ സാർ, അഭിലാഷ് സാർ, സുധിയേട്ടൻ, അതുപോലെ അഗേഷ് സാർ, ജയ്മോൻ സാർ, യൂന സാർ, അതിൽ ഒത്തിരി പേര്, സജീവൻ സാർ, എല്ലാവരും നമ്മളുടെ കൂടെ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സരിത മാഡം, എല്ലാവരും ഈ സൂമിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഓരോ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും സന്തോഷം വരുന്നതിന് മുമ്പ് കുറച്ച് നാളുകൾ മുമ്പ്, അല്ലെങ്കിൽ ഏകദേശം ഒരു 40 മാസം മുമ്പുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളാണ് ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നതിന് ഉപരിയായിട്ട്, ഇതിനു മുമ്പ് ഏകദേശം ഒരു 40 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. ആദ്യമായിട്ട് ശശി സാറ് ഇതേപോലെ എടപ്പള്ളിയിൽ, ഞാൻ അദ്ദേഹത്തെ കൂടി സ്മരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, എന്നാൽ പോലും അദ്ദേഹമാണ് ഈ ഒരു ബിസിനസ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ജയ്മോൻ സാർ അദ്ദേഹത്തെ മറന്നുപോയതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ആദ്യകാലങ്ങളിൽ മാത്രമാണ്
അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമുകളിലെല്ലാം വന്നിരുന്നത്. പിന്നീട് പലപ്പോഴും പുതിയതായിട്ട് വരുന്ന ആളുകളൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും പല ആളുകളും പറഞ്ഞ് കേട്ടറിവ് മാത്രമായിരിക്കും പലർക്കും ഉണ്ടാവുന്നത്. പക്ഷെ ആ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മറക്കാൻ പറ്റാത്തതിന്റെ കുറച്ചധികം കാരണങ്ങളുണ്ട് അതിന്റെ പുറകിൽ. ഇതേപോലെ വളരെ യാദൃച്ഛികമായിട്ടാണ് എടപ്പള്ളിയിൽ വെച്ചിട്ട് ഏകദേശം ഒരു നവംബർ മാസം 9-ാം തീയതി നമ്മൾ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയുന്നത്. ഒത്തിരി പുറകോട്ട് പോകുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ആ സമയത്ത് ക്രിപ്റ്റോ കറൻസി നാടുവാണിയുടെ കാലം എന്ന് പറയും. ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട, കാരണം ഈ പ്രൊഡക്റ്റ് ആയിട്ട് കയ്യിൽ തൂക്കി കൊണ്ടു നടക്കുന്നത് വളരെ പഴഞ്ചൻ ബിസിനസ് ആണെന്ന് പറയുന്ന ആളുകളായിരുന്നു. ഇപ്പോഴും ചിലപ്പോ നമ്മൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെ ആളുകൾ ചിലപ്പോ പറയാൻ സാധ്യതയുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് ഈ ട്രഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ രീതിയിലുള്ള ബിസിനസ് ആയിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ബിസിനസ്. ഈ ന്യൂ ജനറേഷൻ ബിസിനസ് ആയിരുന്നു ഒരു 3 വർഷം മുമ്പ് ഞാനും ചെയ്തിരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ഒരു ഇൻവെസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ആളുകളെ കൊണ്ടുവന്നില്ലെങ്കിലും നമുക്ക് ഡെയിലി വലിയൊരു എമൗണ്ട്, ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്ന രീതി. നമ്മളിങ്ങനെ വെറുതെ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ ഈ സൈറ്റിൽ ഇങ്ങനെ നോക്കിയാൽ മതി, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈ പൈസയൊക്കെ വരുന്നത് വാലറ്റിലാണ്. അപ്പൊ ഈ വാലറ്റ് കണ്ട് നമ്മൾ ആത്മസായുജ്യം അടയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കുക, അത് വാലറ്റിൽ മാത്രമായിട്ട് അവശേഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. കാരണം ഒരു ദിവസം ചിലപ്പോ 10,000, 20,000, 50,000 രൂപയൊക്കെ ഡെയിലി ഇങ്ങനെ വരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ അത് അവിടെ ഇരിക്കുള്ളൂ, അതിങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ഇൻകം വന്നു പോകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും തൊടാൻ പറ്റാത്ത എമൗണ്ട് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ചില കമ്പനികള് ആകാശത്ത് ഇങ്ങനെ കുറച്ച് ഏരിയ കാണിച്ചിട്ട് പറയും അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പോലെ ഇതൊരിക്കലും നമ്മുടെ കൈകളിലേക്ക് വരില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് 2012 MLM ബിസിനസ്സുകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത സമയം, അതിനുശേഷം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗ്ലിംഗിലായിരുന്ന ആളുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വേറെ എന്ത് ചെയ്യും, കാരണം MLM ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വേറൊരു ജോലിക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ്. കാരണം ആകെ അറിയാവുന്ന ജോലി എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ ആയതുകൊണ്ട് ഒരു ജോലി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് പോകാനോ പലർക്കും താല്പര്യം ഉണ്ടാകുകയില്ല, അവർ അതിന് പോവുകയില്ല. കാരണം അടുത്ത ഒരു നീണ്ട കാലയളവായിരുന്നു 2012 ശേഷം എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മേലെ ആളുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുന്ന നിൽക്കുന്ന അവസ്ഥയിലാണ്. അവിടെയാണ് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുള്ളത്. അപ്പൊ എല്ലാവരും പറയും റിസ്ക് എടുക്കുന്നവരാണ് വിജയിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, റിസ്ക് എടുക്കുന്നവരാണ് വിജയിക്കുന്നത്. പക്ഷേ അത് റിസ്ക് എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം, എപ്പോ എടുക്കണം എന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെയൊക്കെ വിഷയം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഓരോ അവസരങ്ങൾ വരുമ്പോഴും നമ്മളത് ചാടിപ്പിടിക്കും. കാരണം ദൈവമായിട്ട് എനിക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവമായിട്ട് എനിക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പൊ അത് ശരിയാണ് എന്ന നിലയിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്നുള്ളത്. കാരണം തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറെ വൈകിട്ടുണ്ടാവും, നമ്മുടെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മളുടെ ബന്ധങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സമയത്താണ് നമ്മളിത് ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയിലൊക്കെ പോയി വീണെന്ന് പറയാം. കാരണം അന്നേരം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, പക്ഷെ മുന്നോട്ട് നമുക്ക് ജീവിക്കണം. നമ്മളെ സംബന്ധിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ ജീവിക്കുന്ന ആളുകൾക്ക് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ തീരെ ഇല്ലായ്മയുള്ള വ്യക്തികൾ അവർക്ക് ഏത് രീതിയിലും ജീവിക്കാൻ പറ്റും. ഇതാണ് മിക്കവാറും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് താഴേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പോകാൻ ആരും ആഗ്രഹിക്കാത്തവരാണ്. അപ്പൊ അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ള ചിലപ്പോൾ സിനിമ ഫീൽഡിലുള്ള ആളുകളായിരിക്കാം. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതിസന്ധി ഉദ്ദേശിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ കാലത്തും എവർഗ്രീൻ ആയിട്ട് ഇരിക്കണം എന്നില്ല. ഇപ്പൊ സിനിമ നടന്മാരായിക്കോട്ടെ, നടിമാരായിക്കോട്ടെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് ആ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർ ജീവിക്കുന്ന സാഹചര്യം അതനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു സാമ്പത്തികം അവർക്ക് വന്നേ തീരൂ. പക്ഷെ ഒരു ഇൻകമിങ് സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് പലരും എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുകയോ
അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒളിച്ചു മാറി പോവുകയും ചെയ്യും. പക്ഷെ ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അവന് കിട്ടിയ ട്രെയിനിങ് അതൊരിക്കലും പാടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇല്ല എല്ലാ ദിവസവും ഈ സൂമില് ഇതേപോലെ 6 മണിക്ക്, അപ്പൊ പലരും ചിന്തിക്കുന്ന പറഞ്ഞാൽ ഈ ദിവസവും കേൾക്കുന്നതല്ലേ മിക്കവാറും എല്ലാ മോഹങ്ങളും, ഇപ്പൊ അലീക്ക ആയിക്കോട്ടെ, സലിമക്ക്, ഇതുപോലുള്ള ആളുകളുടെ, നമ്മുടെ ഗീത മാഡം, ഈ വ്യക്തികളൊക്കെ എല്ലാവരുടെയും ഒത്തിരി പേരൂടെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരും എനിക്ക് അത്രയും പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പൊ ചിന്തിക്കുന്ന പറയും ഇവർക്ക് എന്ത് കാര്യം രാവിലെ വന്നിരുന്ന് ഈ ഒരു പ്രോഗ്രാം കാണുന്നത്. എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കാര്യം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അതിൽ അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ മാത്രം കേൾക്കുക എന്നുള്ളതല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ എല്ലാം ഉണ്ട്. അതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഒരു പ്രോഗ്രാമും നിങ്ങൾ മുടക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമ്മുടെ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നത്? കാരണം നമ്മളെ തളർത്താനായിട്ട് ഈ ലോകത്ത് ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂനസ് സാറ് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ഞരമ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഈ നാളത്തിന്റെ ഞരമ്പ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ആരുടെ മുമ്പിലും കയറി ചെല്ലാനും ഏതറ്റം വരെ പോകാനും. അപ്പൊ ചോദിക്കും, സാർ ഇതിന്റെ അപ്പുറത്തേക്ക് ഏതറ്റത്തേക്കാണ് പോകേണ്ടതെന്ന് ചിന്തിക്കും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നവരായിരിക്കും. പക്ഷെ വലിയൊരു പ്രതീക്ഷയോട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്, ഇന്ത്യൻ ജനതയിൽ 90% പേർക്കും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള സാമ്പത്തിക നേരത്തെ അറിയാവുന്നതല്ലേ. ഞാൻ മാത്രമല്ല, ചിലപ്പോൾ ഇതിലിരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇതൊന്നും സാറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റാത്ത സാധനമാണ്. പക്ഷെ ഇത് സ്റ്റഡിയാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. 90% പേർക്കും, അപ്പൊ കേരളത്തിൽ അല്ല, ഇന്ത്യയില് 150 കോടി ജനങ്ങളിൽ ഏകദേശം ഒരു 10-14 കോടി ജനങ്ങൾക്ക് മാത്രമേ അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഈ ഒരു പഠനം നടത്തിയത് വെഞ്ചർ ക്യാപിറ്റൽ സംരംഭമായ ബ്ലൂ വെഞ്ചർ 2025 ഇൻഡസ് വാലിയുടെ വാർഷിക റിപ്പോർട്ടിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ 13.14 കോടി വരുന്ന മുകൾ തട്ടിലുള്ള 10% ആളുകളാണ് ഈ ഉപഭോക്തൃ വിപണിയെ നിയന്ത്രിക്കുന്നത്. ധനികർ കൂടുതൽ ധനികരാവുന്നു, സമ്പന്നരുടെ എണ്ണത്തില് കാര്യമായ പുരോഗതിയില്ല, മുകൾ തട്ടും താഴെത്തട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള അസമത്വം കുതിച്ചുയർന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 10 പൈസ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല എന്നുള്ളതാണ്. ഇതിലിരിക്കുന്ന ഭൂരിഭാഗം പേരും ഞാൻ പറയുന്നത് തീരെ മോശം അവസ്ഥയിലെന്നല്ല പറഞ്ഞത്, എന്നാൽ പോലും എങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നുള്ളൂ. പക്ഷെ മിച്ചം പിടിക്കാൻ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ നമ്മളെപ്പോലുള്ള ആളുകളാണ്. അല്ലാത്ത ആളുകൾ, ഈ പറഞ്ഞ പോലെ വലിയ ധനികരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എറണാകുളത്ത് ഇപ്പൊ ഞാൻ വണ്ടി കൊണ്ട് പാസ് ചെയ്യുമ്പോൾ ജ്വല്ലറികളിലൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം ആളുകളുടെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുന്നതിന് മുമ്പ്, റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ റേറ്റ് തന്നെയാണ്, സാധാരണക്കാരന് ജ്വല്ലറിയുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അതിന്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ആളുകളെ സംബന്ധിച്ച് അവിടെ വലിയ തിരക്കാണ് കാണുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത് എന്നാൽ ഇത്രയും വില കൂടിയിട്ടും ആളുകൾ പിന്നെയും വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മാളുകളിൽ പോകുമ്പോൾ അവിടെയുള്ള അത്ഭുതകരമായ തിരക്കുകളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ കുറെ ആളുകൾ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റാത്തത്. അത് നമ്മുടെ സാമ്പത്തികം കുറവുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തണ്ടേ. ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയതല്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം അത് 100% സത്യമാണ്, സത്യസന്ധമാണ്, ആത്മാർത്ഥമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. വിശ്വാസം. ജയ്മൺ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് വിശ്വാസം എന്നും ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുള്ള. ഞാൻ ഇതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബൈബിൾ വചനം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് പറയുന്നത്. നമ്മൾക്കൊരു ഉറപ്പുള്ളതല്ല, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമ്മൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാറുണ്ട്, പക്ഷെ ഇത് ആരും ഇന്നവരെ കണ്ടിട്ടില്ല, കണ്ട ആൾക്കാർ ഭൂമിയിലും ഇല്ല. പക്ഷെ നമുക്ക് അവിടെ ഒരു ഉറപ്പുണ്ട്. പക്ഷെ ആ ഒരു വിശ്വാസം പോലെ തന്നെയാണ് ഏറ്റവും പരമപ്രധാന കാര്യം നമ്മൾ കമ്പനിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. കമ്പനിയെ വിശ്വസിക്കുക, കമ്പനിയുടെ MD വിശ്വസിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വിശ്വാസമില്ലാണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ടുവരുന്ന ആളുകളെ പലരും വിസ്മരിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളെ കൊണ്ടുവരുന്ന വ്യക്തി
നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചുയർത്തി, അത് ആരുമായിക്കൊള്ളട്ടെ. ഇപ്പൊ ജയ്മാൻ സാറിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏതൊരു മീറ്റിങ്ങിലും അദ്ദേഹത്തെ കൊണ്ടുവന്ന, കൈപിടിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ ഒരു വഴി കാണിച്ചു കൊടുത്ത വ്യക്തിയെ ഒരിക്കലും വിസ്മരിക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായിട്ടുണ്ട്, അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ലല്ലോ ഇപ്പോ. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു നെഗറ്റീവ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെ കൊണ്ടുവന്ന വ്യക്തികള് നമ്മളുടെ കൂടെ ഇപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈയും നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമ്പോ മറ്റുള്ളവർ ആലോചിക്കുന്നത് ഇവരെന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഇല്ല എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സാർ ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തില് നെഞ്ചോട് ചേർത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ എന്നെ കൊണ്ടുവരുന്ന വ്യക്തിക്ക് അതിന്റെ ആഴം എന്താണെന്ന്, അതിന്റെ വ്യാപ്തി എന്താണെന്ന്, ഇതിന്റെ സാധ്യത എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് എന്റെ കുറ്റമല്ല, പക്ഷെ അദ്ദേഹമാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാനത് 100% വിശ്വസിക്കുന്ന ആളാണ്. നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന അത് ആരും ആയിക്കോട്ടെ, അവർ ഏത് തരക്കാരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവരെ സ്മരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കൊണ്ടുവരുന്ന നമ്മളുടെ അസോസിയേറ്റുള്ള ആളുകൾ നമ്മളെ സ്മരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ അതൊരു ദൈവാനുഗ്രഹമാണ്. ആദ്യമേ പറഞ്ഞു, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രൊഡക്റ്റ് ആണെന്നാണ് പലരും പറയുന്നത്. പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കമ്പനിയും അതുപോലെ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാരണവുമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ചേച്ചി, ഒരു ഏകദേശം ഒരു 55-60 വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നുന്നു, ഒരു ജോലിക്കൊക്കെ പോകുന്ന ആളാണ്. അവര് ഈ മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവനും അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാല് മടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. പക്ഷെ ഈ കാഴ്ചക്കുറവ് പരിഹരിക്കാനായിട്ട് ഒരു ഓപ്പറേഷന്റെ ആവശ്യമുണ്ട്. ഈ ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കും, എന്നാ പിന്നെ ഓപ്പറേഷൻ നടത്തിയാൽ പോരെ, കണ്ണിന് കാഴ്ച കിട്ടില്ലേ? പക്ഷെ ഈ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഷുഗർ കുറയണം. അവർക്ക് ഹൈ ഷുഗർ ഉള്ള വ്യക്തി, അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾസെയിൽ ഡീലർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എല്ലാ രീതിയിലുള്ള അസുഖങ്ങളും അവരുടെ ആ പ്രായത്തിൽ അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കണ്ണിന്റെ കാഴ്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷന് വിധേയമാകേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷന് വിധേയമാകണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഷുഗർ കുറയ്ക്കണമായിട്ടുണ്ട്. 2, അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാല് മടങ്ങാൻ. അപ്പൊ അവർ പറഞ്ഞത്, എന്റെ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ട, എനിക്ക് ഷുഗറിനെ കുറിച്ച് ഒന്നും എനിക്ക് വേവലാതിയില്ല, എന്റെ കാലൊന്നും മടങ്ങിയാൽ മതി സാറേ എന്ന് പറഞ്ഞാല് 5-8 വർഷമായിട്ട് എനിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാല് മടങ്ങില്ല. ഈ കാല് മടങ്ങാത്തതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് മടങ്ങാത്ത വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവരവർക്ക് മാത്രമാണ് അറിയുന്നത്. ഓരോ അസുഖമായിട്ടും ബന്ധപ്പെട്ട് വിഷമിക്കുന്ന വ്യക്തികൾക്ക് അവരവർക്ക് മാത്രമേ അറിയൂ എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞു. അന്ന് തന്നെ ഇതെല്ലാം കേട്ടതിന് ശേഷം ലീഡേഴ്സ് കൊടുക്കുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഏകദേശം ഞാനൊരു 1 മാസം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊരു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത കണ്ണടയൊക്കെ ആയിട്ട് സുന്ദരിയായിട്ട് അവർ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് അവരായിട്ടുള്ള കുശലാന്വേഷണം നടത്തിയ സമയത്ത് അവർ പറഞ്ഞത്, സാറേ എന്റെ ഓപ്പറേഷൻ നടത്താൻ എനിക്ക് സാധിച്ചു എന്നല്ല, കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഷുഗർ കുറഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 1 മാസക്കാലം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അവരുടെ ഷുഗർ വ്യത്യാസം വന്നിട്ട് അവർക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റി എന്നുള്ളതാണ്. ഏകദേശം വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 വർഷമായിട്ട് കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത വ്യക്തിക്ക് ആ രീതിയിൽ സംഭവിച്ചെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം തന്നെയാണ്. 2, അവർ പറഞ്ഞ രീതി എന്ന് പറഞ്ഞെങ്കിൽ, സാറേ എനിക്ക് പഴയ പോലെ എന്റെ മുട്ടുകാൽ എനിക്ക് മടക്കാം. അപ്പൊ ഞാനിത് ചിരിച്ചുകൊണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കറിയാം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം 40 മാസക്കാലം 3 വർഷത്തിലധികമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ച ആളുകളുടെ റിസൾട്ട് കേൾക്കുന്നുണ്ട്, ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് 100% കോൺഫിഡൻസ്, നമ്മൾക്ക് ഭൂമിയിലൂടെ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ കിട്ടുന്ന മാഗ്നറ്റിക് എനർജി നമ്മൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടും എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണ്. ഇത് പല വ്യക്തികൾക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ സാധാരണ ഗവൺമെന്റ് ഓഫീഷ്യൽസ് പറയുന്ന പോലെ, ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 6 മാസം മുമ്പ് എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയത് വെറുതെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതല്ല, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഐ ക്ലിനിക്കിൽ പോയിരുന്നു. അവിടുത്തെ MBBS ഡോക്ടറാണ് എന്നെ പരിശോധിച്ചത്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളുടെ ലൈസൻസ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണിന് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ ടെസ്റ്റ് ഉണ്ടല്ലോ,
ഓരോ ഒരു റൗണ്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വായിക്കാനായിട്ട് പറയുന്നു. അപ്പൊ ഓരോ ലെറ്ററും എനിക്ക് ഭംഗിയായിട്ട് വായിക്കാൻ പറ്റും. ആ സമയത്ത് എന്റെ കയ്യിൽ ഈ ബാൻഡ് ഉണ്ടായിരുന്നു, ഈ ഒരു ബാൻഡ് എന്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു. ഡോക്ടർ സാധാരണ കുശലാന്വേഷണം നടത്തുമല്ലോ. ഇപ്പൊ എന്താ പറയുക, സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അസുഖം എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാനാണ് ഡോക്ടർമാർക്ക് താല്പര്യം. ഇപ്പൊ പല ലീഡേഴ്സും പറയുന്നത് പോലെ അവർക്ക് പേഷ്യന്റ് എന്ന് പറയാനായിട്ട് ഇഷ്ടമല്ല, അത് കേൾക്കാനും നമുക്ക് താല്പര്യമില്ല. അതാണ് നമ്മളുടെയൊക്കെ വിഷയം. നമ്മളൊക്കെ ഒരു ക്ലയന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ, കുശലാന്വേഷണം നടത്തി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും ഇദ്ദേഹത്തിലൂടെ എനിക്കൊരു 10 സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ ഒരു വീട് പണിയാനായിട്ടുള്ള സംവിധാനം ഈ മനുഷ്യൻ സഹൃദയം അവൻ കൊണ്ടുവന്ന് കുറ്റം പറഞ്ഞല്ലേ. ഞാനൊരു തമാശ രൂപേണ നിങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവര് ഒരു വീട് പണിയാനായിട്ട് എന്റെ നിന്ന് പൈസ വാങ്ങിക്കോ. ഞാനൊരു തമാശ രൂപേണ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുത്താൽ മതി. കാരണം ആ ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. എമർജൻസി സിറ്റുവേഷൻ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഹോസ്പിറ്റൽ ആവശ്യമാണ്. എല്ലാ സംവിധാനങ്ങളും ആവശ്യമാണ്. ഈ പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഞാൻ ആളല്ല. അതെല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ആരും നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്നോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു പുച്ഛഭാവത്തോടെ ഞാൻ അദ്ദേഹത്തിന്റെ ചിരിയിൽ കണ്ടത്, ഞാൻ ഇത്രയും വർഷം, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ, കാരണം അത്യാവശ്യം നല്ല 10-70 വയസ്സാണ്, അത്ര നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും എന്റെ കോൺഫിഡൻസ്, ഞാൻ പറയുന്നത് എനിക്ക് മാറിയ അല്ലെങ്കിൽ എന്റെ അസുഖത്തിന് എന്റെ എക്സ്പീരിയൻസ് ഈ ലോകത്തില് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിവുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. അത് ചിലപ്പോൾ ഭംഗിയായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ലായിരിക്കാം. ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് കഴിവില്ലെങ്കിലും, പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ എക്സ്പീരിയൻസ്, എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, എന്റെ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളെല്ലാം ഈ ലോകത്ത് എനിക്കല്ലേ കോൺഫിഡൻസോടെ പറയാൻ പറ്റുള്ളൂ. ആ കോൺഫിഡൻസോടെ ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ അദ്ദേഹത്തോട് പങ്കുവെക്കുന്നുണ്ടായി. ഞാൻ പറഞ്ഞു, ഇവിടെ കൂണ് പോലെ പൊട്ടിപോയിരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇളങ്കുന്നപ്പുഴ എന്ന് പറഞ്ഞ വൈപ്പിൻ സ്വദേശിയാണ് ഞാൻ. ഇളങ്കുന്നപ്പുഴയില് ഏകദേശം 3-4 മെഡിക്കൽ ഷോപ്പുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ആരോഗ്യരംഗത്ത് പുരോഗതി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് കൂടുതൽ ലബോറട്ടറികളായിക്കോട്ടെ, മെഡിക്കൽ ഷോപ്പുകളായിട്ടോ, ഹോസ്പിറ്റലുകളൊക്കെ വരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ആ ഒരു പുച്ഛഭാവം എനിക്കും വന്നു എന്നുള്ളതാണ്. ഞാൻ അത് വിശ്വസിക്കുന്ന ആളല്ല. ഇപ്പോഴത്തെ രീതിയിൽ ഇവിടെ ഡോക്ടർമാരായിക്കോട്ടെ, അല്ല ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ പറയുന്നത് കൂടുതൽ ഹോസ്പിറ്റലുകളും മറ്റുള്ള ആരോഗ്യം പരിപാലിക്കാനാണ്. ഞാൻ പറയുന്നത് കൂടുതൽ മെഡിക്കൽ ഷോപ്പുകൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റലുകൾ നമ്മളുടെ ചുറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എം പി രാമൻ സാർ ഇന്നലെ അദ്ദേഹം ഒരു ബോർഡിനെ കുറിച്ച് പറഞ്ഞു, 100 കിടക്കകൾ കൂടി ഞങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നു എന്നാണ് അർത്ഥമുള്ളത്. ഒരു മെഡിക്കൽ സ്റ്റോറുകളോ ലബോറട്ടറികളോ ഇവിടെ ഒന്നും ആൾത്തിരക്ക് ഒന്നും കുറവില്ല. ഓരോ ദിവസം ആളുകൾ കൂടിക്കൊണ്ടേണ് ഇരിക്കുന്നത്. ഇപ്പൊ വൈപ്പിങ്ങരയെ സംബന്ധിച്ച് നമ്മൾ ബിവറേജിന്റെ മുമ്പിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. 1-2 സ്ഥലത്താണ് ഞാനത് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. മാർക്കറ്റിൽ ആളുകൾ കൂടുന്നുണ്ട്. അതേപോലെ മെഡിക്കൽ ഷോപ്പുകളിലും ഇതേപോലെ ആളുകൾ കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പ്രൊഡക്റ്റിനെ 100% വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത്. നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതിലിരിക്കുന്ന 99% ആളുകൾക്കും, ഇപ്പൊ ഈ ഒരു സൂമിലിരിക്കുന്ന 99% ആളുകൾക്കും അവർക്ക് സ്വന്തമായിട്ട് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, വലുതും ചെറുതും ആയിക്കോട്ടെ. ചിലപ്പോൾ നല്ലൊരു ഉറക്കമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പാടില്ലാത്ത അസുഖങ്ങളായിരിക്കും. ഇതെല്ലാം വ്യത്യാസം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളും. ഇതിപ്പോ രാവിലെ ഇവിടെ 6 മണിക്ക് ഈ സൂമിൽ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വലിയൊരു കഥയുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ വന്ന വല്ല മാറ്റങ്ങളുള്ളത് കൊണ്ടാണ്. അത് ചിലപ്പോ ആരോഗ്യം നമുക്ക് എല്ലാ ദിവസവും ഊർജത്തോടെ ഇത് എന്റെ ദിവസമാണ്, ഇന്ന് എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത് അത് കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ വിശ്വാസത്തിന്റെ ഒരു കാര്യം പറഞ്ഞ്, കമ്പനിനെ വിശ്വസിക്കുക. 2, പ്രോഡക്റ്റിനെ വിശ്വസിക്കുക. 3, നമ്മളെ കൊണ്ടുവരുന്ന വ്യക്തികളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. 4, നമ്മളുടെ ടീമിനെ വിശ്വസിക്കുക. കാരണം നാളെ ഈ ടീം ഉണ്ടെങ്കിലാണ്
നമ്മളെ സംബന്ധിച്ച് ഈ കോടികളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് ഏകദേശം 11ഓളം പേര് നമ്മുടെ കേരളത്തിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഒത്തിരി കമ്പനികൾ ഇവിടെ ഉണ്ട്. അതിൽ ചില ആളുകൾ നേരത്തെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൂടി ആ പല കമ്പനികളിലും ഉണ്ടാകും. പക്ഷെ ഞാൻ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് അവിടെ ഒത്തിരി മേലെയുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വന്ന ആളുകളാണ് ഈ കോടികൾ വാങ്ങിച്ചിട്ടുള്ള വ്യക്തികൾ. താഴെയുള്ള ആളുകൾക്ക് വെറും ഈയാമ്പാറ്റകൾ മാത്രമാണ്. മേലിലുള്ള ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവര് പണിയെടുക്കുന്നു, അവർക്ക് വരുമാനം കിട്ടുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്ത രണ്ട് ആ പേരുകൾ മാത്രമേ എന്നും കേട്ടിട്ടുള്ളൂ. നിങ്ങളൊരു 10 വർഷം മുമ്പോ 5 വർഷം മുമ്പോ കേട്ട പേരുകളായിരിക്കും ഇന്നും കേൾക്കുന്നത്. പുതിയതായിട്ടുള്ള ആളുകൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ കമ്പനിയും അവരും തമ്മിലുള്ള വ്യത്യാസം. ഈ 3 വർഷക്കാലം കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഏകദേശം ഒരു 10-11ഓളം പേര് കോടികൾക്ക് മേളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രഥമസ്ഥാനീയനായിട്ടുള്ള മനോജ് സാറ് 10 മാസം കൊണ്ട് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും അവസരമുണ്ട് കേട്ടോ. ഈ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ ഇനി വരാൻ കിടക്കുന്നു. അതാണ് നമ്മുടെ കമ്പനിയുടെ മഹത്വം എന്ന് പറയുന്നത്. കാരണം ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഇനിയും അവസരമുണ്ട് ആളുകൾക്ക്. പക്ഷെ മറ്റുള്ള കമ്പനിയിൽ ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതാണ് അവരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ആത്മാർത്ഥമായിട്ട് കമ്പനി പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംവിധാനം. അപ്പൊ ഇതില് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്, ഞാൻ വേറെ ആരുടെയും എക്സ്പീരിയൻസ് കടമെടുത്തിട്ടല്ല ഞാൻ പറയുന്നത്. എന്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതിൽ ഒന്ന്, സമയം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. മിക്കവാറും നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി കഴിഞ്ഞാൽ 10:30 പോകുന്ന ഒരു രീതിയിലേക്ക് മലയാളി മാറി എന്നുള്ളതാണ്. 10:30 എന്ന് പറഞ്ഞാൽ 11 മണി. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം, അപ്പൊ അവരെ സംബന്ധിച്ച് എനിക്ക് 10 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 മണിയാണ്. ഞാൻ എല്ലാവരോടും പ്രത്യേകം പറയുന്നതാണ്, എനിക്ക് 10 എന്ന് പറഞ്ഞാൽ 10:30 അല്ല. ഞാൻ ആ സമയത്ത് തന്നെ, അത് എൻ്റെ ഒരു ലൈഫിന്റെ ഞാനൊരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുള്ള ആളാണ്. ടൈം പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് നമ്മൾ ചെല്ലുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാളികൾ എപ്പോഴും അരമണിക്കൂർ കൂട്ടി പറയുന്ന ആൾക്കാരാണ്. അപ്പൊ 10 മണി എന്ന് പറഞ്ഞാൽ 10:30 ഞങ്ങൾ എത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ പറയുന്ന ആളുകളാണ്. അപ്പൊ അതേ രീതിയിലാണ് നമ്മളുടെ മുന്നോട്ടുള്ള പോക്കും. ഞാൻ പറയുന്നത് കറക്റ്റ് സമയം. നമ്മൾ ചിലപ്പോൾ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള നമ്മൾ ചെല്ലുക. പക്ഷെ നമ്മളെ ആളുകളുടെ ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകി വരുന്നവർക്കാണ് വെയിറ്റ് കൂടുതൽ എന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത് അവർ ഒത്തിരി തിരക്കുള്ള വ്യക്തികളാണല്ലോ. ഇപ്പൊ സാധാരണ ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് വരുന്നത് ഒരു ഫാഷനായിട്ട് മാറുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫാഷൻ അല്ലട്ടാ, നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? 12 മണിക്കാണെങ്കിൽ 1-2 പ്രാവശ്യം അവർ നോക്കും. പിന്നെ എന്ത് സംഭവിക്കും? നമ്മൾ കറക്റ്റ് സമയത്ത് ചെല്ലും. അപ്പൊ അവന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ഇതൊരു വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ചോദിക്കും, എനിക്ക് തിരക്കുള്ള വ്യക്തിയല്ലേ? ഞാൻ പറഞ്ഞ എല്ലാവരും തിരക്കുള്ള ആളുകൾ തന്നെയാണെന്ന്. അതുകൊണ്ടാണല്ലോ ആകെ നമ്മളെ സംബന്ധിച്ച് എല്ലാ ആളുകളും കേരളത്തിൽ ഏകദേശം 2.5 ലക്ഷം ആളുകളുണ്ട്. നമ്മളുടെ ടീമിൽ തന്നെ ഇത്രയധികം ആളുകൾ ഉണ്ടായാൽ എല്ലാവരും സൂമിലൊന്നും നിൽക്കുന്ന ആളുകളല്ല. അപ്പൊ അവരെല്ലാം അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉള്ളതാണ്. പക്ഷെ എന്നാലും സ്വന്തമായിട്ട് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ സൂമുകളിലൊക്കെ വരുന്നത്. 2, വാക്ക് പാലിക്കുക. എനിക്ക് ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പറയുന്നത്, ഞാൻ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഫാദറിനെ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞാൽ തലക്കച്ചവടമൊക്കെ അന്ന് ഒത്തിരി നടന്നിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം പറയുന്നു പറഞ്ഞാൽ ഒരു വാക്ക് പറയുക, അവിടെ ഒരു പേപ്പറിൽ എഴുതുന്നതിന് പ്രാധാന്യമില്ല എന്ന് പറയും. പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി മാറിപ്പോയി എന്നുള്ളതാണ്. കാരണം എന്താ പറഞ്ഞാൽ അത് ഒത്തിരി വഞ്ചനയും ചതിയൊക്കെ നടക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെയൊക്കെ പഠിപ്പിച്ചത് വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. എഗ്രിമെന്റിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് എഴുതി അവർക്ക് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു മുദ്ര പേപ്പറിൽ എഴുതി കൊടുക്കുന്ന, നീ സൈൻ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നീ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് എന്തും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്തിന്റെ കച്ചവടത്തിന് നമ്മളൊരു വ്യക്തി വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫർ ചെയ്ത് നമ്മുടെയൊക്കെ വില എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു വ്യക്തി മാത്രമുള്ളതാണ്. പറയുന്നതേ പ്രവർത്തിക്കാവൂ, പ്രവർത്തിക്കുന്നതേ പറയാവൂ. അത് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഈ ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
എന്റെ കൂടെ ടീമുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാനത് വാക്ക് പാലിക്കുന്ന വ്യക്തികളാണ്. ഇത് ഏത് രീതിയിലും വലുതും ചെറുതും ആയിക്കോട്ടെ. ഇപ്പൊ ചിലപ്പോൾ തമാശക്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോ ഈവൻ കുടുംബത്തിലാണെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ മകളോട് അവളുടെ ബർത്ത്ഡേക്കും വിദേശത്ത് പോകാം എന്ന് പറയും. ഞാനത് കുറച്ച് നാളുകളായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇനി അടുത്ത ബർത്ത്ഡേക്ക് ഉറപ്പായിട്ടും എനിക്ക് എന്റെ ഫാമിലിയെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ ടീമിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ എന്താണോ പറയുന്നത് അതേ പ്രവർത്തിക്കാവൂ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അവർ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ നമ്മളെ ടീമിലുള്ള ആളുകളും ചെയ്യാൻ പോകുന്നത്. കാരണം അദ്ദേഹം പറച്ചിൽ മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ ചെയ്യില്ല. സ്വാഭാവികമായിട്ടും നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാം. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കുക. ഞാൻ പറഞ്ഞ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രത്യേകിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതായിട്ടുള്ള കുറെ വാല്യൂസ് ഉണ്ടാവണം. ആ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ കൂടെ ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ ആളുകൾ നമ്മളുടെ കൂടെ വരികയുള്ളൂ. 3-ാമത്തെ കാര്യം, സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുതെന്നുള്ളതാണ്. പലപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട്, സാറേ ഇത് അടിപൊളി ഉറക്കമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്റെ അസുഖം സൂപ്പറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ബെഡ് ഉപയോഗിക്കാത്ത ആളുകളാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കുക. ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും നമ്മളുടെ അനുഭവങ്ങൾ മാറി പറയണ്ടെന്നേ. കാരണം എല്ലാവർക്കും റിസൾട്ട് ഏതെങ്കിലും ലൈഫിലേക്ക് വരും, തീർച്ചയായിട്ടും വരും. കാരണം അതാണ് പ്രൊഡക്റ്റ്, അതാണ് ശാസ്ത്രം. അല്ലെങ്കിൽ ശാസ്ത്രം തെറ്റാകണം. ഇപ്പൊ ഗ്രൂപ്പുകളിൽ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ ഒത്തിരി മെസ്സേജുകൾ ഇടാറുണ്ട്, വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ റിസൾട്ടിന് ഒരു പഞ്ഞോ ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ തുടക്കത്തിൽ ഈ പ്രോഗ്രാം ചെയ്ത ആൾക്കാരാണ് ഈ ഇരിക്കുന്നതെന്ന്. അത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത്. കാരണം പ്രൊഡക്റ്റിന്റെ കുഴപ്പം കൊണ്ടല്ല. 2, പ്രൊഡക്റ്റ് ഇല്ലല്ലോ. പ്രൊഡക്റ്റ് ഇല്ലാത്തവർക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു റിസൾട്ട് കിട്ടാനുള്ള ഒരു സംവിധാനം അന്നില്ലായിരുന്നു. അതിനുശേഷമാണ് ഒരാൾക്കാർ ഉപയോഗിച്ച് പല പല റിസൾട്ടിലേക്ക് വന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയില്ല. ആകെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ്യർ സാറിന്റെ കാലായിരുന്നു. അപ്പൊ അതിന്റെ പടമായിരുന്നു പല സ്ഥലത്തും സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. റാഫി സാർ, എന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റാഫി സാർ, അദ്ദേഹത്തിന്റെ കല്ലാണ്. ആ കല്ല് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് പറയാൻ പറ്റില്ലായിരുന്നു. 2, എന്റെ വിരലായിരുന്നു. എന്റെ വിരല് മടങ്ങാത്ത വിരല്. പക്ഷെ ഇത് എല്ലാ വ്യക്തികളോടും പറയില്ല, കാരണം നമ്മുടെ സ്വന്തം അനുഭവം. കാരണം എന്റെ വിരല് ഇതിനു മുമ്പ് കാണാത്തവരോട് ഈ വിരൽ ഇങ്ങനെയായിരുന്നു, മടങ്ങില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വ്യക്തികൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ മുടന്തിയാണ് നടക്കുന്നത്, ഇപ്പൊ ഞാൻ നന്നായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ മുന്നേ കാണണമല്ലോ ഞാൻ മുടന്തി നടന്നിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരെങ്ങനെ വിശ്വസിക്കും? അപ്പൊ ഇതിന്റെ ഫോട്ടോ പ്രത്യേകിച്ച് വീഡിയോ ആയിട്ട് എടുത്തില്ല. ഫോട്ടോ എടുത്താലും നേരെ ഇരിക്കുന്ന വിരല് പ്രത്യേകിച്ച് മാറ്റില്ല. പക്ഷെ എന്നെ അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും അല്ല എടുക്കാനും അത് എന്റെ ഒരു അനുഭവം ഉണ്ടായത് എടപ്പള്ളിയിൽ വെച്ച്. ഞാൻ ആദ്യം തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡൊന്നും കാണിക്കാനായിട്ട് അത്ര ഞാൻ മുഷിഞ്ഞു മാറിയ എന്ന് പറയാനായിട്ട് പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിത്വം ശശി സാറ്. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് റൂമിൽ. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരും പോകുക. അപ്പൊ ഞാനിങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നത്, ഡെമോ കാണിക്കുന്നത്. കാരണം ഒരു പുതിയൊരു അനുഭവമാണ്. അപ്പൊ ഇന്റർവെല്ലിൽ അദ്ദേഹം പോകും. അപ്പൊ ആ സമയം നോക്കി വേറെ ആരും അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞാനെടുത്ത് കൈ കിട്ടും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യത്തോടെ. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പല സ്ഥലത്തും ഇതുപോലെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ കട്ടിലിന്റെ അടിയിൽ, മേശയുടെ മേലെ, അല്ലെങ്കിൽ അടുക്കളയിൽ, അവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ റിസ്റ്റ് ബാൻഡോ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ കിടക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ എടുത്തു വെച്ചേക്കുന്നത് ഞാനിങ്ങനെ അമൃത് കഴിക്കുന്ന പോലെയാ. അത് വളരെ സൂക്ഷിച്ച് ഞാൻ എന്റെ കയ്യിൽ ചുറ്റി. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്റെ വിരലില്, ഏകദേശം ഒരു 2 വർഷമായിട്ട് അനങ്ങാതിരുന്ന എന്റെ വിരൽ മടങ്ങി എന്നുള്ളതാണ്.
അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം കിട്ടിയ അനുഭവം. കാരണം ഒത്തിരി ഞാൻ 1-2 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിരുന്നു, പക്ഷെ വിരൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആയുർവേദ ഡോക്ടറുടെ അടുത്ത് പോയിരുന്നു, അവർ ഉഴിച്ചിലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, 2 തവണയായിട്ട് ചെയ്തു. പക്ഷെ അതിലും ഒരു മാറ്റം വരാത്തത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വേറെ അലോസരങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും മുട്ടുമ്പോൾ മാത്രമാണ് എനിക്ക് വിരലില് വേദന വരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, പ്രത്യേകിച്ച് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അദ്ദേഹം സിഗരറ്റ് വലിക്കാൻ പോയ സമയത്തുള്ള ആ സമയത്ത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത്. വർഷങ്ങളായിട്ട് നേരെ മാത്രം ഇരുന്ന മടങ്ങാത്ത എന്റെ പേരിൽ മടങ്ങി എന്നുള്ളതാണ്. തിരിച്ചായില്ല കേട്ടോ, തിരിച്ച് വളരെ ബലപ്പെട്ടാണ് ഞാനത് തിരിച്ച് പഴയ രൂപത്തിലാക്കിയത്. പക്ഷെ ഒന്ന് മനസ്സിലായി, ഇതിലെന്തോ ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞു മുഷിഞ്ഞ നാരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടതായിരിക്കും. പക്ഷെ ആ നാരയിലൊരു മണമുണ്ട്. ഞാൻ മണം എന്നേ പറയുള്ളൂ. കാരണം ഈ പ്രൊഡക്റ്റ് ആണ് എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മൾ വളരെ തമാശ മട്ടില് വീട്ടിൽ വന്ന് അത് കഴുകി സോപ്പിട്ട് കഴുകിയിട്ടൊന്നും എനിക്ക് ആ സ്മെല്ല് കുറച്ച് ദിവസത്തേക്ക് 1-2 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ഒരു നാറ്റമായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഞാനത് ആസ്വദിച്ചു എന്നുള്ളതാണ്. ചിന്തിക്കും, ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റേതായിട്ടുള്ള അസുഖങ്ങളായിക്കോട്ടെ, എന്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളായിക്കോട്ടെ, 2 ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നെറ്റ്വർക്കറിന്റെ അസറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ വലിയ കൂറ്റൻ ബംഗ്ലാവല്ല, അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന ലക്ഷറിയസ് ആയിട്ടുള്ള കാറല്ല, അല്ലെങ്കിൽ അവർ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടികളല്ലട്ടാ. ഇതൊന്നുമല്ല നെറ്റ്വർക്കറിന്റെ അസറ്റ്. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും നമ്മൾ നമ്മളെ ചുറ്റുവട്ടത്തിലാക്കുന്ന അവര് കെട്ടിപ്പൊക്കിയ വലിയ സൗധങ്ങളാണ് വീടിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വലിയ അവർക്ക് ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് കാണുന്നത്. ഞാൻ പറയുന്ന ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക, അവരുടെ കൂടെയുള്ള ടീമാണ് നെറ്റ്വർക്കറിന്റെ അസറ്റ് എന്ന് പറയുന്നത്. കാരണം ആ ടീം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്ന ഒരു വേലയും കൂലി ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പണി, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഒരു നെറ്റ്വർക്കർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഒരു നെറ്റ്വർക്കറെ അവനും മാത്രമേ ഞാൻ പറയുന്നത്. സൗണ്ട് ബ്രേക്ക് ആവുന്നു. ആ ചില്ല ഒടിഞ്ഞു പോയാലും ഒരു പക്ഷിക്ക് ഒന്നും സംഭവിച്ചത് അല്ല. അസറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ടീമാണ്. ഓക്കെ, നമ്മളുടെ ടീമാണ്. ഏകദേശം സമയമായിരുന്നു തോന്നുന്നത്. ഞാൻ ഇത്രയും സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സൂമിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു എന്റേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഭംഗിയായിട്ട് നിങ്ങളോട് അവതരിപ്പിച്ചു. സാറിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒന്ന് ഇന്റർഫിയർ ചെയ്താണ്. സൗണ്ട് നല്ലോണം ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ അല്പനേരം ഓഫ് ചെയ്താൽ ക്ലാരിറ്റി വരും. വീഡിയോ അല്പം ഓഫ് ചെയ്താലേ സൗണ്ട് ക്ലിയർ ആയേക്കും. ഓക്കെ സുരേഷ് ബാബു, നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ ഒന്നുമല്ല ഇപ്പൊ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ നമ്മുടെ കൂടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതില് എന്റേതായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൂടെ ഒത്തിരി ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഒത്തിരി കാര്യം ഉണ്ടാവും. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ കൂടെയുള്ള 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, എത്ര മെമ്പേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ടീം എന്ന് പറയാൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് ഒരു 10 പേര് ഏത് സമയത്തും ഏത് പാതിരാത്രിയും ഏത് പാതിര 1 മണിക്കോ 2 മണിക്കോ വിളിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആളുകൾ ചിലപ്പോൾ ഫോൺ നമ്പർ കാണുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കിടന്നുറങ്ങാം. പക്ഷേ നമ്മളൊരു രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് ഒരു വ്യക്തി നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തോ ആപത്തിൽപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് നമ്മളുടെ കൂടെ ഇറങ്ങി വരാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇറങ്ങി വരാൻ നെഞ്ചുറപ്പുള്ള ആളുകളെ നമ്മൾ കൂട്ടി നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ നെഞ്ചുറപ്പുള്ള കപ്പാസിറ്റിയുള്ള സത്യസന്ധരായിട്ടുള്ള ആളുകളെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് കുറെയെങ്കിലും നമുക്കുണ്ടാവണം. കാരണം അവന് നമ്മളിലുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളെ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കേട്ടാ, ഒരാളും ഉണ്ടാകില്ല. ടീമിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടീമിലെ ഇഷ്യൂസ് വിഷയങ്ങളെല്ലാം ഉണ്ടാവുന്നേ. പല വിദ്യാഭ്യാസമുള്ള പല ജെൻഡർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നമ്മളുടെ കൂടെ വരുന്നത്. ഇവരെയൊക്കെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ആളുകളാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ, ഞാൻ പറഞ്ഞ പ്രശ്നത്തിൽ ഒരിക്കലും ഒളിച്ചോട. ഇപ്പോഴൊരു ഒരു പഴമൊഴിയുണ്ട്, ഒളിച്ചോടലല്ല, പക്ഷെ സധൈര്യം തിരിഞ്ഞു നിന്ന് ആ ഒരു പ്രോബ്ലം എന്താണോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണോ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ശരിയായിട്ടുള്ള ലീഡേഴ്സ്. ഇത് എക്സ്പീരിയൻസ് കൊണ്ട് സാധിക്കുന്നതാണ്. കാരണം നമ്മൾ വരുമ്പോ ഇതിൽ ഒത്തിരി നമ്മുടെ സ്വഭാവം രൂപീകരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നേരത്തെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത ആരായിരിക്കും. ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ എനിക്ക് ഇതുപോലെ സംസാരിക്കാം, അല്ലെങ്കിൽ ചില ലീഡേഴ്സ് ഒക്കെ പറയുന്ന പോലെ എനിക്ക് സരസമായി ഭംഗിയായി ആൾക്കാരെ രസിപ്പിക്കുമാറ് സംസാരിക്കാനുള്ള കഴിവില്ല സാറേ എന്ന് പറയും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി. ഞാൻ പറയണത് ഈ കഴിവൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂന്നേ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ കമ്പയർ ചെയ്യണത് ഇവിടെ ഏറ്റവും പ്രഗത്ഭരായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് അത് നെഗറ്റീവ്, ഞാൻ വിട്ടു പോകും, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കോംപ്ലക്സുകൾ വർക്ക്ഔട്ട് ചെയ്യും, എനിക്ക് അതുപോലെ ആകാൻ പറ്റുന്നില്ലോ എന്നുള്ള ചിന്ത വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബ്ലേഡ് വെച്ചിട്ട്, നമ്മൾ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് വെച്ചിട്ട് ഒരു മരം മുറിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ബ്ലേഡ് വെച്ചിട്ട് മരം മുറിക്കാൻ പറ്റില്ല, എന്നാ ഒരു മഴ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മുടി കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒരാളെയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ കഴിവുള്ളവരും കഴിവില്ലാത്തവരും കുറഞ്ഞവരും ഉണ്ടാവും. ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യരുത്. അവന്റെ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് കൂടുതൽ പ്രാധാന്യം അതിൽ കൊടുത്തുകൊണ്ട് അവനെ നമ്മളുടെ കൂടെ നെഞ്ചോട് ചേർത്ത് കൈപിടിച്ചുയർത്തി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ പറ്റും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എനിക്കൊന്നൊരു സമയം അതിക്രമിച്ചു തോന്നുന്നു. ഏകദേശം സമയമാകാറായി. ഞാൻ കുറച്ചധികം സമയമെടുത്തുകൊണ്ട് ആവേശം കൂടിപ്പോയി എന്നൊരു സംശയം. ഇതില് നിറസാന്നിധ്യമായി നിൽക്കുന്ന നമ്മളുടെ അലീക്കുണ്ട്, സലീം സാർ ഉണ്ട്, ഒത്തിരി ഷീല മാഡം, ലതിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ, എനിക്ക് അറിയാവുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ലതികയൊക്കെ എന്ന് പറയുന്നെങ്കിൽ എപ്പോഴും സൂമില്, കാരണം ഞാൻ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ലതിക എന്ന് പറഞ്ഞ വ്യക്തി. എന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ലതിക സ്വന്തം കാറിൽ, ഞാൻ എപ്പോഴും എന്റെ സുഹൃത്തുക്കളോടും ലതിയോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, സ്വന്തം കാറിൽ പ്രോഗ്രാമിന് വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്ന വ്യക്തിയാണെന്ന് പറയും. സ്വന്തം കാറിൽ വന്ന് ഒരു പ്രോഗ്രാമിൽ കയറി എന്നിട്ട് വേറെ ഒന്നും പറയണ്ട, നിങ്ങൾ വേറെ ഒരു കാര്യം പറയണം, നിങ്ങൾ അതിൽ വന്നു എന്ന് 2 വാക്ക് പറഞ്ഞാൽ മതി. പലപ്പോഴും ചിന്തിക്കുന്നത്, സാറേ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി രക്ഷപ്പെടണമെന്ന്. ഈ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആഗ്രഹം മാത്രം മതി സുഹൃത്തുക്കളെ. ബാക്കിയൊക്കെ റെഡിയാക്കാനായിട്ട് നിങ്ങളിവിടെ ഒരു പറ്റം ആളുകളുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ആളുകൾ എന്തെങ്കിലും രീതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഈ അവസരം തന്ന എല്ലാവർക്കും, എന്റെ കൂടെയുള്ള എല്ലാ ലീഡേഴ്സിനും, ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ അസോസിയേറ്റ്സിനും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. അതെ, ഇവിടെ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, വിശ്വാസം അല്ലെ. സാർ ആദ്യം ഒരു ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അല്ലെ. നമുക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകളും കമ്പനി കണ്ടിട്ടില്ല, ശരിയാണ്. പക്ഷെ ആ കമ്പനിയുടെ കാര്യങ്ങൾ ഇവിടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണം, നമ്മുടെ കമ്പനി അടിപൊളിയാണ്. 2, ആ കമ്പനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ അടിപൊളിയാണ് എന്നുള്ളൊരു വിശ്വാസം, പ്രൊഡക്റ്റ് സൂപ്പറാണ്. 2, ഈ പ്രൊഡക്റ്റ് റിസൾട്ട് ഓറിയന്റഡ് ആണ് എന്നുള്ള വിശ്വാസം വേണം. 3ാമത്തെ കാര്യം, ഇതിന്റെ ഇൻകം പ്ലാൻ അതിമനോഹരമാണ്. ആ ഇൻകം പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ മനോഹരമായതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്നല്ല, ഞാൻ പറയുന്നത് മലയാളികളുടെ ഇടയ്ക്ക് ആദ്യമായി കോടീശ്വര പട്ടികയിലേക്ക് വെറും 300 ദിവസം കൊണ്ട് വന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള നമ്മുടെ മനോജ് സാർ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, വരുമാനം കിട്ടുമെന്നുള്ളതും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ നിന്നാണ് സേവർ സാർ അടക്കമുള്ള, റാഫി സാർ അടക്കമുള്ള, സുധീർ കുമാർ സാർ അടക്കമുള്ള, RK അടക്കമുള്ള, അല്ലെങ്കിൽ ഇന്ന് ഏതൊക്കെ കോടീശ്വരന്മാരുടെ പട്ടിക ഇന്ന് നിരത്തി വെക്കുന്നുണ്ടോ, ആ നിരത്തി വെക്കുന്ന പട്ടികയെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന 3 പേരുടെയും അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുമാനവും കിട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതും നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ആരെ വിശ്വസിക്കണം? നമ്മൾ നമ്മുടെ
ലീഡേഴ്സിനെ വിശ്വസിക്കണം. ലീഡേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത് വളരെ സത്യമാണ്. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, നമുക്കിപ്പോ പലപ്പോഴും ഇവരെയൊക്കെ വിശ്വാസമുണ്ട്, കമ്പനിയെ വിശ്വാസമുണ്ട്, പ്രൊഡക്റ്റിനെ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് വിശ്വാസമുണ്ട്, മനോജ് സാറിന് വിശ്വാസമുണ്ട്, ഡാനി സാറിന് വിശ്വാസം. ഇതൊന്നും പോരാ. നമുക്ക് വിശ്വാസം വേണ്ടത് എന്താണ്? നമ്മളെ തന്നെ വിശ്വാസം വേണം, സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം. ഐ ആം ദി ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് അല്ലെ. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ഞാനാണ് ഏറ്റവും കഴിവുള്ള മനുഷ്യൻ. അതിപ്പോ ഡാനി സാറോട് പറഞ്ഞു കഴിഞ്ഞു, ബ്ലേഡ് ചെയ്യുന്ന ജോലി ഒരിക്കലും ഒരു മഴു ചെയ്യില്ല, മഴു ചെയ്യുന്ന ജോലി ഒരിക്കലും ഒരു ബ്ലേഡ് ചെയ്യില്ല. അപ്പൊ എന്താണ്? എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ആ കഴിവിൽ നിന്നുകൊണ്ടാണല്ലേ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്നൊരു വാക്കുണ്ട് മനോജ് സാറിനെ കുറിച്ച്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലേഡ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു മഴുവായിട്ട് മാറിയ മനോജ് സാറിന്റെ ആ ഒരു പവറാണ് നമുക്കിനി വേണ്ടത്. എന്താണെങ്കിലും നമുക്ക് ഇന്ന് വളരെ മനോഹരമായി ബിലീഫിനെ കുറിച്ച് ക്ലാസ് എടുത്തു തന്ന ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ഡാനി സാറിനെ എല്ലാ KBCയുടെ പേരിലുള്ള എല്ലാവിധ നന്ദി സ്നേഹം അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് വിളിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാതെ പോകാൻ പാടില്ല. കാരണം ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? വെടിക്കെട്ടാണ്. ഇനി നമ്മൾ പൂരത്തിൻ്റെതായിട്ടുള്ള ഒരു അംശമാണ് നമ്മൾ കേൾക്കുന്നത്. ആ അംശം കേട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പുറത്തിറങ്ങി പറയാൻ പറ്റത്തില്ല, ഒരു കോൺഫിഡന്റ് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ കോടീശ്വര പട്ടികയിൽ ഒന്നാമത് തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള, ഗ്രേറ്റ് മോട്ടിവേറ്റർ ആയിട്ടുള്ള മനോജ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഇന്നത്തെ ഈ കൺക്ലൂഡിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മനോജ് സാർ ഓൺ ദി സ്ക്രീൻ. താങ്ക് യു സാർ, താങ്ക് യു ജയ്മോൻ സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് മോട്ടിവേറ്റർ, നമ്മുടെ എല്ലാം അഭിമാനമായ, സന്തോഷത്തിന്റെ, എല്ലാവരെയും ചേർത്ത് പിടിച്ചു നിർത്തുന്ന, എപ്പോഴും ചിരി മാത്രമേ അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ കാണാറുള്ളൂ, എളിമയുടെ സ്വരൂപമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡാനി സാറാണ് ഇന്നിവിടെ സംസാരിച്ചത്. ഡാനി സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ആന്റണി ബൊട്ടീസ്, ഡാനി സാർ, രാജീവേട്ടൻ ഫ്രം ഞാറക്കൽ, ഉത്തമൻ സാറ്, സുനി കാഞ്ഞിരപറ്റം, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേര്, മഞ്ഞുമൽ ജോസി എന്നാണ് പേര്, ജോസി, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേരിലേക്കാണ് ശശി സാറ് ഈ മഹാപ്രസ്ഥാനത്തെ എത്തിച്ചത് എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം ഒരു കണക്കിന് പാവം ബ്ലേഡുകളായിരുന്നു എന്നുള്ളതാണ്. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ പലിശ കൊടുക്കുന്ന ആളല്ല കേട്ടോ, വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിരുന്നു. പല കമ്പനികളിലും പോയി വലിയ തലക്കുറ്റത്തോട് നിന്ന്, ചെങ്കൂറ്റത്തോട് നിന്ന് കോടികളൊക്കെ നേടിയ വലിയ ലീഡേഴ്സ് ഒന്നും അല്ല. ഞങ്ങളൊന്നും അറിയപ്പെടുന്ന ആയിരുന്നില്ല. പക്ഷെ ഞങ്ങളിലും കഴിവുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 10 മാസം കൊണ്ട് ഈ സിസ്റ്റത്തിലൂടെ സാധിച്ച ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. അപ്പോ അങ്ങനെ ഞങ്ങളിലേക്ക് ദൈവം ബയോട്ടോറിയത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാം. വൈറ്റ്ലയിലേക്ക് ബസ് കയറുന്ന, സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന അവിടെ ഒരു ഹോട്ടൽ പാരഡൈസ്, നിങ്ങൾ ഇപ്പോഴും പോകുമ്പോൾ നോക്കിക്കോളാം. ഞാൻ ഏത് മീറ്റിങ്ങിലും പറയുന്ന അതാണത്. ഞാൻ MD-യോടും പറഞ്ഞിട്ടുണ്ട്. ആ പാരഡൈസിലേക്കാണ് ഞാൻ ശശി സാറെ കൂട്ടി പോകുന്നത്. ഒരു 9 മണിയായി അദ്ദേഹത്തിയപ്പോൾ. ഒരു 6 മണിക്ക് വരുന്നതുകൊണ്ട് ഞാൻ 5:30 മുതൽ അവിടെ വെയിറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിയപ്പോൾ 9 മണി കഴിഞ്ഞു. അങ്ങനെ ഞാൻ കൂട്ടി. അപ്പൊ എല്ലാ ഹോട്ടലൊക്കെ അടച്ചു, അവിടെ മാത്രമേ ലൈറ്റ് ഉള്ളൂ. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പാരഡൈസ് തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അത്രയും നരകയാതന അനുഭവിക്കുന്ന, എന്താണ് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എപ്പോഴും ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ചർച്ച ചെയ്ത് ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത് ഏറ്റെടുക്കാനുള്ള ഒരു ബിലീഫ്, ഒരു വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. ആ വിശ്വാസത്തെ കുറിച്ച് ഇവിടെ ഇന്ന് ഡാനി സാർ സംസാരിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറെ ഒരു സാധാരണക്കാർ ഏറ്റെടുത്ത മഹാപ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലെ ഏകദേശം 3 ലക്ഷം ആളുകളിലേക്ക്, 3 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക്, 3 ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പുതിയ ആളുകളിലേക്ക് എത്താനും, ഡാനി സാറിലൂടെ വലിയ പരിചയമൊന്നുമില്ലാത്ത സേവ്യർ സാറിലേക്ക് എത്തിക്കാനും, അവരിലൂടെ അവരുടേതായ ഒരു ടീം, ഒരു ശൃംഖല അവിടെ സൃഷ്ടിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്ന് മുതൽ അങ്ങോട്ട് പിന്നെ പടയോട്ടമായിരുന്നു, വാശിയായിരുന്നു, മത്സരമായിരുന്നു. അവിടെയെല്ലാം ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് വിശ്വാസമാണ്. വിശ്വാസം, ബിലീഫ് അല്ലെ. പ്രത്യേകിച്ച് കേരളീയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ വിശ്വാസികളാണ്. വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതാണ്. പലതരത്തിലുള്ള വിശ്വാസം, മതവിശ്വാസമുണ്ട് അല്ലെ, അച്ഛനിലും അമ്മയിലുമുള്ള വിശ്വാസം ഇല്ലേ, കുടുംബത്തിലുള്ള വിശ്വാസം, സമൂഹത്തിലുള്ള വിശ്വാസം അല്ലെ. ഈ വിശ്വാസമാണ്
നമ്മളെ ജീവിതത്തിലേക്ക് വിജയിക്കുക. ജയ്മാൻ സാർ ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ആദ്യം നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം വേണം. അത് ആർക്കും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളോട് പോയി പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റൂല, ഇതൊന്നും ആരെ ചേർക്കാൻ, എവിടെ നിന്ന് ആളെ കിട്ടാനാ, ഞാൻ 2-3 കമ്പനി ചെയ്തെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, ഇനി ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനും വരില്ല, അല്ലേ? ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഡാനി സാറും ഞങ്ങളൊക്കെ തന്നെ. പക്ഷെ അവിടുന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ ആളുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വേണ്ടത് ബിലീഫാണ്. അതാണ് പലർക്കും ഇവിടെ ഇല്ലാതെ പോകുന്നതിനുള്ള. ആ ഇല്ലാതെ പോകുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നമുക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം, ഇല്ലേ? പുരാണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇല്ലേ? സീതയെ അങ്ങ് കട്ടുകൊണ്ടുപോയി രാവണൻ ലങ്കയിലേക്ക്, ഇല്ലേ? സീതയുടെ അടുത്തേക്ക് എഴുത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു. അവസാനം ഹനുമാന്റെ അടുത്ത് ഇരുന്നിട്ട് പറയാണ്, അല്ലേ? ഹനുമാൻ അതിനുള്ള ശക്തി ഉണ്ട്, അതിനുള്ള ശക്തി ഹനുമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇല്ലേ? ആ ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഹനുമാൻ എന്ത് ചെയ്തു? ഒറ്റ ചാട്ടം, ഇല്ലേ? ആ സമുദ്രത്തെ കടന്നിട്ട് ലങ്കയിലേക്ക് എത്തി, ഇല്ലേ? നമ്മൾ പുരാണത്തിൽ വായിച്ചിട്ടില്ലേ? ലങ്കയിലേക്ക് എത്തി സീതാദേവിയെ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന കഥ നമുക്കറിയാം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുപോലെയാണ് നമ്മൾ വിശ്വാസം നമ്മുടെ ടീമിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. നമുക്ക് മാത്രം വിശ്വാസം ഉണ്ടായാൽ പോരാ, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായാൽ പോരാ. ആ വിശ്വാസം ടീമിലേക്ക് ആർക്കൊക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അവർ അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നതാണ്. കോൺഫിഡൻസ്, വിശ്വാസം കൊടുക്കാൻ വേണ്ടി സാധിക്കും, ബിലീഫ്. ഓക്കെ, അപ്പോൾ നമ്മളുള്ള വിശ്വാസം, ഇൻഡസ്ട്രിയിലുള്ള വിശ്വാസം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ലോകത്തിലെ നമ്പർ 1 ഇൻഡസ്ട്രിയാണ്. ഇത് ആളെ ചേർക്കണം, മണി ചെയിനല്ലേ, തട്ടിപ്പല്ലേ, വെട്ടിപ്പല്ലേ, ഇങ്ങനെയൊന്നും ആട് വന്നില്ലേ, മാഞ്ചിയം വന്നില്ലേ, എൻ്റെ മോഹൻദാസ് സാറേ നിങ്ങൾ നല്ലൊരു ഗവൺമെന്റ് ജോലി ഉദ്യോഗസ്ഥനായി, നിങ്ങൾ ഈ പണിയും കൊണ്ട് നടക്കല്ലേ എന്നൊക്കെ പറയും ആളുകൾ. മനസ്സിലായ? ഈ വയസ്സാകാലത്ത് ആളെ പറ്റിക്കാൻ നടക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നെഞ്ചി വിരിച്ച് പറയാൻ വേണ്ടി സാധിക്കണം, ഇത് ലോകം അംഗീകരിച്ച ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മോണിറ്ററിംഗ് സിസ്റ്റം മെക്കാനിസം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഭാവിയിലെ കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരും കടന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ വക്താവാണ് ഞാൻ എന്നുള്ള വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇൻഡസ്ട്രിയിലുള്ള വിശ്വാസം, ഇല്ലേ? അതൊക്കെയാണ് ഇവിടെ ഡാനി സാർ ഇവിടെ സൂചിപ്പിച്ചത്. മണി ചെയിൻ കമ്പനികളെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഡാഷ്ബോർഡിൽ ഇങ്ങനെ കാണും, ലക്ഷങ്ങൾ കാണും, പക്ഷെ എടുക്കാൻ പറ്റൂല. മനസ്സിലായ? അതല്ല ഇൻഡസ്ട്രി, ഇത് വേറെയാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക്. ഇൻഡസ്ട്രിയിലുള്ള വിശ്വാസം, കമ്പനിയിലുള്ള വിശ്വാസം. ഇൻഡസ്ട്രിയിൽ കുറെ കമ്പനികൾ വരും, അതിൽ നമ്പർ 1 കമ്പനി നോക്കി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിലുള്ള വിശ്വാസം, CMDയിലുള്ള വിശ്വാസം, പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, ഇൻകം പ്ലാനിലുള്ള വിശ്വാസം, ടീമിലുള്ള വിശ്വാസം, ഇതെല്ലാം വേണം. ഈ വിശ്വാസമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത്. അത് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞില്ല, ഡാനി സാർ എല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നിങ്ങളെ വിശ്വാസത്തിന്റെ തോത് കുറയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ സ്പീഡ് കുറയും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ തോത് കുറയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ സ്പീഡ് കുറയും. എന്താ വാഹനത്തിന്റെ സ്പീഡ് കുറയാന്ന് പറഞ്ഞാല് അക്കൗണ്ടിലേക്ക് വരുന്ന കാശിന്റെ അളവ് കുറയുന്നർത്ഥം. മനസ്സിലായ? നിങ്ങളുടെ വിശ്വാസം എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും. എന്തുകൊണ്ട്? നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, ഇല്ലേ? നമ്മുടെ ബൈലോ നമ്മുടെ സിസ്റ്റർ ഇത്രയും പറഞ്ഞു, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. നിങ്ങൾക്ക് ആളുകളെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെയും പോയി 2 പേരെ കണ്ടു. അപ്പൊ എന്നോട് സാർ ഇനി അങ്ങനെ ആരെയും പോയി കാണല്ലേ കേട്ടാ, നിങ്ങളൊക്കെ ടോപ്പ് ലീഡറാണെന്ന്. എല്ലാവരും കാണും. നമ്മൾക്ക് കിട്ടിയ ആളുകൾ മുഴുവൻ പറഞ്ഞു നടക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? അവർക്ക് അവസരം കൊടുക്കണ്ടേ? അതുകൊണ്ട് ആളുകളെ കാണുന്നതിന് ഒരു മടിയില്ല. സാഗർ ജോഷി സാറും പുതിയ ആളെ കണ്ടാലും കാർഡ് കൊടുക്കും. മനസ്സിലായ? ഇല്ലേ? അതുകൊണ്ട് ആർക്കും കാണാം. ഇപ്പൊ സീമോർ പീപ്പിൾ, പുതിയ ആളുകളിലേക്ക് കാണാൻ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ആ വിശ്വാസം നിങ്ങൾക്ക് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ടീമിനെ വളർത്തിയെടുത്തത്. കേരളത്തിലെ ആദ്യത്തെ പിക്കപ്പ് സെന്റർ രാജീവ് ഏട്ടനും ഡാനി സാറും കൂടിയാണ് എടുത്തിരുന്നത്. അന്നൊക്കെ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇടി കൂടിക്കൊണ്ടിരുന്നത്. ബുക്ക് ചെയ്താലും 15-20 ദിവസം കഴിഞ്ഞാണ് പ്രൊഡക്റ്റ് വരിക. ഇന്നെല്ലാവരും ബൈക്കിലും കാറിലും, അല്ലേ, ഒക്കെ വെച്ചുകൊണ്ടാണ് വീടുകളിലേക്ക് പോകുന്നത്, പ്രൊഡക്റ്റും കൊണ്ടുപോകുന്നത്. ആലോചിച്ച് നോക്കണം. ഞങ്ങൾ കഷ്ടപ്പെട്ടത് എത്രയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്നത്തെ നിങ്ങൾ ഓരോരുത്തരും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് അലീക്കയാണ് ഇവിടെ പിക്കപ്പ് സെന്റർ എടുക്കുന്ന ആളുകൾ. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടൊരു BOP നടന്നത് അലീക്കയുടെ ഓഫീസിലാണ്, കൊടുങ്ങല്ലൂര്. ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. മനസ്സിലായ? അവിടെ ആഴ്ചയിൽ ഞങ്ങൾ കൂടുമായിരുന്നു. 4, 5, 3 ഒക്കെ പേര് അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ അത് മെല്ലെ മെല്ലെ കയറ്റിയെടുക്കാൻ തുടങ്ങിയത്.
വളരെ വളരെ പ്രയാസം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്രയായിരുന്നു. പരമപുച്ഛമായിരുന്നു ആളുകൾക്ക്. ഒരു റിസൾട്ട് ഇവിടെ കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നില്ല. ഇതേപോലുള്ളൊരു കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് വന്നത് പൂട്ടിപ്പോയൊരു ചരിത്രം ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് അധികം ഓടില്ല എന്ന് പലപ്പോഴും പറഞ്ഞതാണ്. അങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചിരുന്നു. പക്ഷെ അവിടെയൊന്നും നമ്മളെ തളരാതെ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈ പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ, ആവേശത്തോടുകൂടി ഏറ്റെടുക്കാൻ സാധിച്ചപ്പോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു. 3 ലക്ഷത്തിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തപ്പോ 11 കോടീശ്വരന്മാരല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളുടെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത്. നിരവധി കുടുംബങ്ങളിലേക്ക് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. എത്രയോ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകാൻ വേണ്ടി, ഒരു പ്രത്യാശ നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കുട്ടികളുടെ പഠിത്തത്തിന് പൈസ ഇല്ലാത്തവര്, ചികിത്സിക്കാൻ കാശില്ലാത്തവര്, വീട് ജപ്തിയായി നിൽക്കുന്നവര്, മക്കളെ കല്യാണത്തിന് കാശില്ലാത്തവര്, അവർക്കെല്ലാം തന്നെ ഒരു വെളിച്ചമേകാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തോടൊപ്പം, ആരോഗ്യം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം, ഒരു സമ്പത്തും ഒരു പ്രതീക്ഷയും നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബയോട്ടോറിയത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ഒരുമിച്ചുള്ള ടീമിന്റെ വിജയമാണ്, ടീമിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇവിടെ കാശ് മാത്രമല്ല ഇവിടെ ലക്ഷ്യം. ഒരു വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, അല്ലെ, ഈ സൂമിലിരിക്കുന്ന പലരും ഇന്നും ആദ്യമായിട്ടാണ് ഈ സൂമിലൂടെ ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടത്. ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടവരാണ്. ബന്ധങ്ങളാണ് നമ്മുടെ പണം എന്ന് പറയുന്നത്. പണത്തെക്കാൾ പ്രാധാന്യം ബന്ധങ്ങൾക്കാണ്, അല്ലേ? ബന്ധങ്ങളുണ്ടെങ്കിൽ എത്ര കോടിയും വേണമെങ്കിൽ നേടാൻ വേണ്ടി സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക, ആളുകളായിട്ട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? പലരും ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്, അല്ലേ, അല്ലെ, മനുഷ്യ മൃഗം എന്ന് നമ്മൾ പറയാം, അല്ലെ? 2 കാലുള്ള മൃഗമാണ് മനുഷ്യൻ. ചിരിക്കാനും ചിന്തിക്കാനും കഴിവുള്ള മൃഗമാണ് മനുഷ്യൻ, അല്ലെ? അപ്പോ യഥാർത്ഥ സ്വഭാവം ചിലപ്പോ ഇങ്ങ് പ്രത്യക്ഷം വരും. ദേഷ്യം വരിക, പെട്ടെന്ന് കോപം വരിക. അപ്പോ ആർക്കും എന്തെങ്കിലും സങ്കടം, വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. നിങ്ങൾ മൃഗം എന്ന് ഞാൻ വിളിച്ചല്ല, നിങ്ങളെല്ലാം പുലികളാണ് ഇവിടെ മുമ്പിലിരിക്കുന്നവര്, അല്ലേ? മൃഗങ്ങളെ നിങ്ങളെല്ലാം വിളിച്ചു കേട്ടാ, ദേഷ്യം വരുന്ന ആളുകളെ വിളിച്ച്. നിങ്ങളെല്ലാം പുലികൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ്, അല്ലെ? മൃഗം എന്ന് വിളിച്ചാൽ എല്ലാവർക്കും ദേഷ്യം വരും, പുലി എന്ന് വിളിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ്. പുലിക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം പുപ്പുലികൾ തന്നെയാണ് ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള മൃഗീയത പുറത്തേക്ക് വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദേഷ്യം വരിക, പെട്ടെന്ന് കോപിക്കുക, അതെല്ലാം നമ്മളിൽ നിന്ന് ഇല്ലാതാക്കണം. അതൊക്കെ ഇല്ലാതാക്കിയാൽ ഇത്രയും സമൃദ്ധമായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രി പറയില്ല. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച്, അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പലരും പല സംസ്കാരത്തിൽ നിന്ന് വരുന്നവരാണ്, പല കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്, പല ജീനുകളാണ്. അതിനെല്ലാം നമ്മൾ മറക്കാനും പൊറുക്കാനും നമുക്ക് ക്ഷമിക്കണം. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് പ്രതികരിക്കരുത്. ഒന്ന് കാമേൻ ക്വയറ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത് കേട്ട് കഴിഞ്ഞ് സാവധാനത്തിൽ പ്രതികരിക്കുക. ഞാൻ പിന്നെ വിളിക്കാമെന്നോ, ഞാൻ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അവിടുന്ന് നമ്മൾ തലയൂരണം. അത് പരാജയമല്ല, അതാരും പരാജയമായിട്ട് തോന്നരുത് കേട്ടാ. വിദ്വം, അല്ലെ, മൗനം വിദ്വാനുഭൂഷണം നമ്മൾ പഠിച്ചിട്ടില്ല പണ്ട്. അപ്പോ അതിനുശേഷം മെല്ലെ അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹത്തിന് ടെമ്പർ കുറയുമ്പോൾ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം, ക്ഷമ എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ. പലർക്കും അത് അറിയില്ല. അപ്പൊ ആ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്ന ആൾക്ക് മാത്രമേ ഇതിനകത്ത് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. പലരും പെട്ടെന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് ആപ്പിളൻ ശരിയല്ല, ഇവൻ ശരിയല്ല, മറ്റവൻ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നമ്മുടെ നേരെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ പോകുന്ന ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. ചെറിയ ചെറിയ ഈഗോസ് വെച്ച് പോകുന്ന ആളുകളുണ്ട്. അവരൊന്നും തന്നെ ഇന്നും ഈ ഇൻഡസ്ട്രിയിൽ വിജയിച്ചിട്ടില്ല, വിജയിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് ചരിത്രം തെളിയിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെല്ലാം വിജയിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിജയം എന്ന് പറയുന്നത്, ഇവിടെ ഡാനി സാർ സൂചിപ്പിച്ചു, കുറെ ബംഗ്ലാവ് പണിയലോ, കുറെ കാറുകൾ വാങ്ങിക്കലോ, കുറെ മൊബൈൽ വാങ്ങിക്കലോ ഒന്നുമല്ല. അതിലുപരി നമ്മുടെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം നേടാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം നേടാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ടീമിലുള്ള ആളുകളെ വിജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. എന്തായാലും വരും മാസങ്ങളിൽ നമ്മുടെ KBCയിൽ ഒരു കോടീശ്വരൻ പിറക്കാൻ വേണ്ടി പോവാണ്. ഒരു സംശയവും വേണ്ട.
കുറച്ച് ദിവസങ്ങൾ മതി, ഇനി അധിക സമയമൊന്നും എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഡാനി സാറും കോടീശ്വര പദവിയിലേക്ക് എത്തുന്ന ആ സുന്ദര നിമിഷങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ ഓർത്ത് സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ ആന്റണി ബോട്ടി സാർ, എൻ്റെ അപ്ലൈൻ, അദ്ദേഹവും അടുത്ത മാസങ്ങളിൽ കോടീശ്വര പദവിയിലേക്ക് എത്തും. അങ്ങനെ KBCയിലൂടെയും നിരവധി കോടീശ്വരന്മാരെ നമുക്ക് ഈ 2025-26 വർഷങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഞാനും ഇതിനകത്തൊരു കോടീശ്വരനായി മാറും, കോടീശ്വരിയായി മാറും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകട്ടെ. അതിനുള്ള ശക്തിയും ഊർജവും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് യുവേട്ടോറിയം. ഓക്കെ, താങ്ക് യു സാർ.